ഒരു ടേസ്റ്റി കാരക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വന്നപ്പോൾ ഒരു 3/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു സബോള ഇട്ട് കൊടുക്കാം. ചെറുതായ സബോള ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു 10-35 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമുക്ക് ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വേപ്പിലൊക്കെ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തക്കാളി ഇടുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ചെറിയ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വേപ്പിലയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു തക്കാളി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുടപ്പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കറി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വേപ്പില ഇട്ട് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതായി വന്നപ്പോൾ അതിലൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് അതിലേക്ക് ഒരു താളിപ്പ് ശരിയാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 10-15 ചുവന്നുള്ളി ഇട്ട് അത് ഞാൻ പൊരിച്ചെടുത്തതിന് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിയില കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഉള്ളിയായി വന്നപ്പോൾ വേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നമ്മളത് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് അതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.